അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് വീട്ടിൽ നിന്ന് പോകുന്ന ആ സമയമായപ്പോഴത്തേക്കും മഞ്ജു മദ്യപിക്കുകയായിരുന്നു. അതിന് മുമ്പില്ലായിരുന്നു. വീട്ടിൽ വെച്ച് മദ്യപിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം വീട്ടിൽ മദ്യപിച്ച് വന്നിട്ടുണ്ട്? സ്മെല്ല് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്ന് വെച്ചാൽ പലവട്ടം മദ്യപിച്ച് വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഈ ഒരു രാജ്യത്ത് നമ്മുടെ കോടതികൾ പറയുന്ന വിധിയിൽ എവിടെയെങ്കിലും നമുക്ക് സംശയങ്ങൾ ബാക്കിയായി കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് ചോദിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദിലീപിൻ്റെ ഒരു കേസിൽ ഇങ്ങനൊരു വിധി പറഞ്ഞപ്പോൾ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതിനകത്ത് ആദ്യത്തെ 6 പേരെ പ്രതി ചേർത്തു, അല്ലെങ്കിൽ അവർ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അവിടെ ആ ഒരു ഇരയ്ക്ക്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പൂർണ്ണമായിട്ട് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നീതി കിട്ടിയില്ല. ദിലീപ് അല്ല എങ്കിൽ പിന്നെ ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്തത്, ആരാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത്? ആ ഒരു ചോദ്യം ബാക്കിയാണ്. ആ ഒരു ചോദ്യം ബാക്കി നിൽക്കെ തന്നെ പൂർണ്ണമായിട്ട് ഇരയ്ക്ക് നീതി കിട്ടി എന്ന് നമുക്ക് പറയാനെ കൊണ്ട് സാധിക്കത്തില്ല. ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു, പണത്തിന് മീലെ ഒരു നീതി ദേവതയ്ക്കും സ്ഥാനമില്ല എന്ന് തെളിയിച്ച ദിവസമാണ് 8/12/2025. അതായത് ദിലീപ് ആ ഒരു കോടതിയിലോട്ട് വന്നപ്പം അവിടുത്തെ ആ ഒരു ജഡ്ജി എണീറ്റ് നിന്ന് തൊഴുതു എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ പുറത്തു വന്ന് മീഡിയാസിനെ പോലും സംസാരിക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്നാണ്. അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം പോലും ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ്, വക്കീലന്മാരെ, അതുപോലെ പി ടി തോമസ്, ലാൽ, ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനമായ ഒരു വിധിയാണ്. ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, 8 വർഷത്തെ അവരുടെ സമ്പുഷ്ടമായ ജീവിതത്തെ തകർത്തുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ആർഷം, ജേർണലിസ്റ്റ് ആയിട്ടുള്ള പുള്ളി പറയുന്ന കാര്യം ഞാൻ കൊടുത്ത് പ്ലേ ചെയ്യാം. വിധി പറഞ്ഞതിന് ശേഷം സാമൂഹിക മാധ്യമങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്, ദിലീപ് കോടതിയിലേക്ക് വരുമ്പോൾ തന്നെ ജഡ്ജി എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി. അങ്ങനെയല്ല, ജഡ്ജി വരുമ്പോൾ അത് കോടതിയെ ജഡ്ജി ബഹുമാനിക്കുന്നതാണ്. കോടതിയെ മുന്നിലിരിക്കുന്ന ആളുകളോട് കോടതിയെ ജഡ്ജി ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. അവർ തിരിച്ചും കോടതിയെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് ജഡ്ജിയെ അവർ ഇങ്ങനെ തൊഴുത് കാണിക്കുന്നത്. എന്ത് അമ്പലവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഇതൊന്നും കാര്യമൊന്നുമില്ല. അതെങ്കിലും അത് ആര് വിശ്വസിക്കും? അല്ലെങ്കിലും ദിലീപിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഒരു ജഡ്ജി വന്ന് നിന്ന് എണീറ്റ് ഇങ്ങനെ കൈകൂപ്പി കാണിച്ചാൽ അത്ര ബുദ്ധിയില്ലാത്തൊരു ജഡ്ജി ഉണ്ടാവും. അങ്ങനെ ബുദ്ധിയില്ലാത്തൊരു ജഡ്ജി ഉണ്ടാവും. അവരുടെ പ്രീവിയസ് കേസുകൾ അവരെടുത്ത് അതാണ് അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ ആരും മുതിര എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കോടതിയിൽ നിന്ന് പുറത്തു വന്നേക്കുന്ന കുറച്ച് ആളുകൾ പറയുന്നുണ്ട്, ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി അവിടെ എഴുന്നേറ്റ് നിന്ന് തൊഴുകയാണ് ചെയ്തത്, ദിലീപ് ജഡ്ജിനെ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ ഒരാളാണെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കൂടെ? അത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഇതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാരുടെ റീൽ വീഡിയോസ് എടുത്ത് പാർവതി തിരുവത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അയാൾ നിരപരാധിയാണെങ്കിൽ മാത്രം, കുറ്റവാളിയാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റ് എനി കോസ്റ്റ് അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെയാണ് വേണ്ടത്. ആ ഒരു നീതി നടപ്പാക്കുക തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. പൾസർ സുനിയും കൂട്ടാളികളും കൃത്യം നിറവേറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അത് ദിലീപ് ആവണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ദിലീപ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ദിലീപ് അല്ല എങ്കിൽ പിന്നെ ആര്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത്. ദിലീപിനെതിരെ മൊഴി പറഞ്ഞ 28 സാക്ഷികൾ കൂറുമാറിയത് പിന്നെന്തിനാണ്? ഓക്കെ, ഇനി ഈ മൊഴി മാറ്റി പറഞ്ഞ ആളുകളുടെ ഇത് നോക്കുമ്പോഴത്തേക്കിന്, നടി ആക്രമിക്കപ്പെട്ട കേസ്, ചലച്ചിത്ര മേഖലയിൽ നിന്ന് മൊഴി മാറ്റിയവർ സിദ്ദിഖും ഭാമ്യയും, ദിലീപ് കാവ്യ ബന്ധം മഞ്ജുവിനോട് പറഞ്ഞതിൽ ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നു, പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസിനോട് പറഞ്ഞു. കോടതിയിൽ ഇരുവരും നിഷേധിച്ചു. ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല എന്ന നിലപാടാണ് ഇരുവരും കോടതിയിൽ സ്വീകരിച്ചത്. ഇനി കാവ്യമാധവൻ പറഞ്ഞത്, റിഹേഴ്സൽ വേദിയിൽ ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെയും തന്റെയും ഒരു ഫോട്ടോ എടുത്ത് മഞ്ജുവിന് അയച്ചു കൊടുത്തു എന്ന് പോലീസിന് മൊഴി നൽകി, എന്നാൽ വിചാരണയിൽ നിഷേധിച്ചു. ഇനി ഇടവേള ബാബു പറഞ്ഞത്, ദിലീപ് ഇടപെട്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന് ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയതായി പോലീസിനോട് പറഞ്ഞു, വിചാരണാ സമയത്ത് മാറ്റി പറഞ്ഞു. ഇനി ബിന്ദു പണിക്കർ മാറ്റി പറഞ്ഞത്, ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയാമെന്ന് പോലീസിന് മൊഴി നൽകി, വിചാരണയിൽ നിഷേധിച്ചു. ഇനി മറ്റൊരു പോസ്റ്റ്, ദിലീപിന് അനുകൂലമായി പറഞ്ഞാൽ 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു സാക്ഷി ജിൻസൺ. ഇത് മീഡിയ വണ്ണിൽ വന്നിരിക്കുന്ന പോസ്റ്റാണ്. അപ്പം ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിട്ടുള്ളത്? ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടേണ്ടതേ അല്ലേ. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ വിഷയം മറ്റൊരു ഡയമെൻഷനിലോട്ട് ആണ് പോകുന്നത്. മഞ്ജു വാര്യർ പറഞ്ഞ ഗൂഢാലോചന, ഇങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതാണ് പിന്നീട് ദിലീപിലോട്ട് ഈ കാര്യങ്ങൾ വഴിത്തിരിയാനുള്ള കാരണമായതും അതാണെന്നുള്ള രീതിയിൽ ഇപ്പം 4ാം പ്രതിയുടെ വക്കീലും വന്ന് പറയുന്നു മഞ്ജു വാര്യരാണ് ഇതിന്റെ കാരണം എന്നുള്ള ഇതിലൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനത്തിൽ അന്ന് മഞ്ജു വാര്യർ എന്താണ് പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ
വന്ന് ചേർന്നിരിക്കുന്നത്. ഇതൊരു വാക്കുകൾ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടി ഈ സാഹചര്യത്തെ നേരിട്ട ആ ഒരു സമചിത്തതയെയും ഒരു മനോധൈര്യത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു. അതിൽ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തി. ഇവിടെ ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യം പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പിന്നീട് ദിലീപ് വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കുന്നത്. ഇത് സിനിമയെ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും കൂട്ടായ്മയുണ്ടായി. പക്ഷേ ഇത് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ നടക്കുന്ന ഒരു സംഭവമായി നമ്മൾ എടുത്ത് അതിൻ്റെ ഇനി നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം. അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും. മീഡിയാസ് ഒക്കെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അന്ന് മീഡിയാസിൻ്റെ വളച്ചൊടിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ടൈമിലെ കാര്യമാണ് പറയുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ നമ്മളോട്ട് എത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂസ് പ്രസൻറ്റേഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴാണ് മീഡിയാസ് ഇവിടെ കാണിച്ചു വിടുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഈ ഒരു ഗൂഢാലോചന ഇങ്ങനൊരു സംസാര വിഷയമാവുന്ന ആ ഒരു ടൈമിൽ തന്നെ കാര്യങ്ങൾ പിന്നീട് വളച്ചൊടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കിന് അവിടെ ആരുടെയും പേരോ കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനൊരു വളച്ചൊടിക്കൽ ഈ ഒരു കാര്യം പറഞ്ഞത് മറ്റെന്തിനെങ്കിലും ഭയപ്പെട്ടിട്ടായിരിക്കുമോ ഈ രീതിയിൽ വളച്ചൊടിക്കൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. എന്താണെങ്കിലും മഞ്ജു വാര്യരിലോട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ. കാര്യം ദിലീപ് ഇറങ്ങി വന്നപ്പോഴും പറഞ്ഞത് അന്ന് മഞ്ജു പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് പിന്നീട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ മാറി തിരിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായി. എന്താണെങ്കിലും അന്നേ ദിവസം ഈ ഒരു ആക്രമിക്കപ്പെട്ട ആ ഒരു ദിവസം സംഭവിച്ചേക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ലാല് ഇന്ന് രാവിലെ മീഡിയാസിന് കൊടുത്തൊരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തിൽ അത് പിന്നീട് ഉയർന്നു വന്നൊരു പ്രശ്നമാണ്, അതിനെ കണ്ടെത്തിയൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനപ്പുറം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് ഓഫീസേഴ്സിന് അറിയാം, കോടതിക്കറിയാം, വക്കീലന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിനേക്കാളൊക്കെ ഏറ്റവും കുറവ് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു. കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ അത് പി.ടി. തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി.ടി. തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കെപ്പോഴോ പി.ടി. തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവൻ്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വശത്തുള്ള കോൺട്രിബ്യൂഷൻ. പിന്നെ ഭാവി കാര്യങ്ങളെപ്പറ്റി ഊഹങ്ങളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. അതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല.
അറിയാത്തൊരു കാര്യത്തെപ്പറ്റി മറുപടി പറയാൻ ഞാൻ അന്നേ ദിവസം ഈ അതിജീവിതയ്ക്ക് അത്രത്തോളം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് 2022 ഏപ്രിൽ 20 പുറത്തു വന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ഇത് ദിലീപിൻ്റെ ലോയറും ദിലീപിൻ്റെ സഹോദരനായിട്ടുള്ള അനൂപും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ആക്ച്വലി അറിയില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഉണ്ടെന്ന് പറയണമല്ലേ. ഉണ്ടെന്ന് തന്നെ പറയാം. വീട്ടിൽ നിന്ന് പോകുന്ന ആ സമയത്തിന് മഞ്ജു മദ്യപിക്കുകയായിരുന്നു. അതിന് മുമ്പില്ലായിരുന്നു. വീട്ടിൽ വെച്ച് മദ്യപിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം വീട്ടിൽ മദ്യപിച്ച് വന്നിട്ടുണ്ട്? സ്മെല്ല് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എന്ന് വെച്ചാൽ പലവട്ടം മദ്യപിച്ച് വന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അതറിയാം. ചേട്ടനായിട്ട് സംസാരിച്ചോ? ചേട്ടനോട് അന്ന് സംസാരിച്ചു. ചേട്ടൻ എന്നിട്ട് എന്ത് പറഞ്ഞു? നോക്കാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ചേട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ മുമ്പിൽ ചേട്ടനും മഞ്ജുവും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായിട്ടില്ല. അപ്പൊ ഭാര്യ മദ്യപിച്ച് വരുന്നതിന് ചേട്ടന് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. ചേട്ടന്റെ എതിർപ്പ് കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അതിനെപ്പറ്റി വെച്ചായിരുന്നു. മഞ്ജു വാര്യർ കടുത്തൊരു മദ്യപാനിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുത്തി തീർക്കാനെ കൊണ്ട് അന്ന് ദിലീപിന്റെ സഹോദരനും ദിലീപിന്റെ ലോയറും കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളൂടെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതോടെ കേൾക്കാം. ചേട്ടൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ചേട്ടൻ തൊടാറേ ഇല്ല. ചേട്ടനൊരു 10-13 കൊല്ലമായിട്ടോ അല്ലെങ്കിൽ ഒരു 10 കൂടുതൽ പറഞ്ഞു. 10 വർഷത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ മദ്യപിച്ചിട്ടില്ല. ചേട്ടൻ 10 കൊല്ലമായിട്ട് തൊടാറേ ഇല്ല. അതിനു മുമ്പ് വളരെ അപൂർവമായിട്ട് അങ്ങനത്തെ ഫംഗ്ഷൻ എന്നുള്ളതല്ലാതെ ചേട്ടൻ മദ്യപിക്കുന്ന ആളല്ല. ഇനി ഒരു 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ തൊടുകയും. അത് ഈ മഞ്ജു മദ്യപാനം തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്റെ ഒരു ധാരണ ഗീതു മോഹൻദാസ് അങ്ങനെയുള്ളൊരു സർക്കിള് ഉള്ള ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അങ്ങനെ മദ്യപാനം തുടങ്ങുന്നതെന്നാണ്. ഇനി ഇത് മാത്രമല്ല, മഞ്ജു വാര്യർ മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഗുരുവായൂർ പോയി ഡാൻസിൻ്റെ പ്രോഗ്രാം, ഇവരുടെ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ലേഡി, ആ ഒരു വ്യക്തി മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ഒരു പ്രശസ്തി കിട്ടുകയുള്ളൂ. അങ്ങനെ പിന്നീട് പോയ വേറെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വെക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ മഞ്ജു വാര്യറിലോട്ട്, അല്ലെങ്കിൽ മഞ്ജു വാര്യർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ് ഇത്രയും വലിയൊരു പ്രശ്നങ്ങളായി മാറിയത്. മഞ്ജു വാര്യറാണ് ഇതിനകത്തെല്ലാം ഉത്തരവാദി എന്നൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഒരു ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനിയും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മറ്റൊരു ന്യൂസ് ബൈറ്റ് ഉണ്ട്, ഞാൻ അതോടെ ഇങ്ങോട്ടൊന്ന് വെക്കാം. ഈ ഒന്നാം സാക്ഷി തന്നെ, അതായത് ഈ ബലാത്സംഗത്തിനിരയായ നടി തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി, അത് ഈ കേസിലെ പ്രധാനപ്പെട്ട മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന ദിലീപിനെതിരെ തന്നെയാണ്. ദിലീപിന് തന്നോട് എന്തുകൊണ്ട് വിരോധമുണ്ടായി എന്നുള്ളതിന്റെ കാരണമാണ് കോടതിയിൽ, അതായത് എന്താണ് ഈ സംഭവത്തിന്റെ മോട്ടീവ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഈ ഒന്നാം സാക്ഷിയെ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഒന്നാം സാക്ഷിയുടെ പ്രധാനപ്പെട്ട മൊഴി ഇങ്ങനെയാണ്: 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നു. അതായത് ഈ 2012 മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ഈ നടിയുടെ വീട്ടിൽ എത്തുന്നുണ്ട്. നടിയുടെ വീട്ടിലെത്തിയ ശേഷം ഈ ദിലീപിന്റെ ഫോൺ കാണിച്ചുകൊണ്ട് ഇതിൽ ചില ചാറ്റുകൾ, കാവ്യമാധവനുമായി നടത്തിയ ചില ചാറ്റുകൾ മഞ്ജു വാര്യർ കാണിക്കുന്നു. അതിനുശേഷം നടിയോട് ചോദിക്കുന്നു, ഇതേക്കുറിച്ച് നടിക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ചോദിക്കുന്നു. നടി ആദ്യം തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ മഞ്ജു വാര്യർ ഈ നടിയുടെ വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നു. അതിനുശേഷമാണ് ഈ നടിയുടെ ഈ ആക്രമണത്തിനിരയായ നടിയുടെ പിതാവ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം തന്നെ വന്ന് ഈ നടിയോട് പറയുന്നു, നിനക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കൂ എന്ന് ഈ നടിയോട് പറയുന്നു. ആ സമയത്താണ് നടി ഈ മഞ്ജു വാര്യരോട് പറയുന്നത്, തങ്ങൾ ലണ്ടൻ യാത്രയ്ക്കിടെ ഈ ദിലീപും കാവ്യയുമായുള്ള ബന്ധം സംബന്ധിച്ച് തനിക്കും റമി ടോമിക്കും എന്തൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു, തങ്ങളുടെ റൂമിൽ വന്നത്, അത്തരം കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ നടി മഞ്ജു വാര്യരോട് പറയുന്നു. ഇതേ ചൊല്ലിയാണ് പിന്നീട് ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ കൂടുതൽ തർക്കത്തിലേക്ക് പോവുകയും അത് പിന്നീട് വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നതിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് പ്രോസിക്യൂഷൻ വാദം. ഈ സംഭവം ഉണ്ടായി, അതായത് 2012 ഈ മഞ്ജു വാര്യർ ഈ തൃശ്ശൂരിലെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോയ ശേഷമാണ് ഈ ലണ്ടൻ യാത്രയ്ക്ക് വേണ്ടി ഈ ദിലീപും കാവ്യമാധവൻ അടങ്ങുന്ന സംഘം പോകുന്നത്. ആ സംഘത്തിൽ ഈ നടിയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സംഭവത്തെക്കുറിച്ച് ദിലീപ് വന്ന് ഈ നടിയോട് ചോദിക്കുന്നത്. 2012 ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് വന്നു തന്നോട് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു എന്നുള്ളതാണ് കോടതിയിൽ മൊഴിയായി നൽകിയത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണ് എന്ന് ദിലീപ് തന്നോട് ചോദിച്ചു. തെളിവുമായിട്ടാണ്, അതിന് നടി പറഞ്ഞ മറുപടി, തെളിവുമായിട്ടാണ് മഞ്ജു വന്നത്, അതായത് ദിലീപിന്റെ മൊബൈൽ ഫോൺ രേഖകളുമായിട്ടാണ് വന്നത്, മെസ്സേജുമായിട്ടാണ് വന്നത്, തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. ആ സമയത്താണ് ദിലീപ് ഈ നടിയോട് പറയുന്നു, തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നു. അതിനുശേഷം ഈ നടിയെ സ്വാതന്ത്ര്യം
സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടി അവിടെ വെച്ച് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടി പറയുന്ന കാര്യം, ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചില്ല. കാര്യമായി താനുമായി വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ്. ഈ സംഭവത്തിന് ശേഷം ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ല. മാത്രമല്ല ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് പിന്നീടുള്ള മാസങ്ങളിൽ പല ആളുകളും തങ്ങളോട് വന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൽ പ്രധാനി തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലമാണ്. 2014 ബെന്നി പി നായരമ്പലം വന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് കൂടിയാണ് ഈ ദിലീപിന് തന്നോടുണ്ടായ വിരോധത്തിന്റെ കാരണത്തെക്കുറിച്ച് നടി കോടതിയിൽ. ഇത് അതിജീവതയുടെ മൊഴികളാണ് നമ്മൾ ഈ കേട്ടത്. ഇതിനകത്ത് പറഞ്ഞ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മഞ്ജു വാര്യർ, ഗീതു മോഹൻദാസ്, ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോൾ അപ്പം ഇവരെല്ലാവരും കൂടെ അത്രയും ഒരു സപ്പോർട്ട് ഈ ഒരു അതിജീവിതയ്ക്ക് കൊടുത്തിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തിനായിരിക്കാം ഈ ഒരു ദിലീപിന്റെ ലോയറും ദിലീപിന്റെ സഹോദരനും കൂടെ ചേർന്ന് ഇപ്പം മഞ്ജു വാര്യർ, ഗീതു ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന മദ്യപാനം അല്ലെങ്കിൽ കടുത്ത മദ്യപാനിയാണ് എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കാനെ കൊണ്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം കടുത്തൊരു മദ്യപാനിയുടെ വാക്കുകൾ എത്ര പേര് കേൾക്കും? അവരുടെ ഒരു ക്രെഡിബിലിറ്റി അവിടെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്, കടുത്ത മദ്യപാനിയാണെന്നുള്ള രീതിയിലൊക്കെ തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പം എന്തിനായിരുന്നു അന്ന് ഇത്തരത്തിൽ അവർ ഇങ്ങനൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ ലോയറും ദിലീപിന്റെ സഹോദരൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു കേസിൽ പൾസർ സുനിയായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകളുടെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചന ദിലീപിന് പങ്കില്ല എന്നുള്ള തെളിവുകളുടെ അഭാവം കൊണ്ടോ എന്തുമായിക്കോട്ടെ, ദിലീപ് എന്താണെങ്കിലും കുറ്റവിമുക്തനാണ് എന്നുള്ള കാര്യം കോടതിയിൽ നിന്ന് വിധിച്ചേക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഇരിക്കെ അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരപരാധിയായിട്ടുള്ള ഒരാളും ദിലീപ് എന്നുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും സൈബർ ഇടത്തിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും കുത്തുവാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ വലിച്ചീറുകൾക്ക് നിന്ന് കൊടുക്കാനുള്ള ഒരിക്കലും അർഹതയില്ലാത്ത, ഒരിക്കലും അർഹിക്കപ്പെടാത്ത ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കും നിരപരാധിയാണെങ്കിൽ അവർക്കും നീതി കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടേ, ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. എന്തുകൊണ്ടാണ് ഈ 10-28ഓളം വരുന്ന ആളുകൾ മൊഴി മാറ്റി അവസാന സമയങ്ങളിൽ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ദിലീപ് അല്ല ഈ ഒരു കൃത്യം ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇവർക്ക് ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു റേപ്പിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇതിനകത്ത് അവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരാളെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ. അങ്ങനെയെങ്കിൽ മറ്റാരെയാണ് ഇവർക്കത് കാണിക്കാനുള്ളത്? അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ആരെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ പുറത്തോട്ട് വരണ്ടേ, അത് ആരാണെന്നുള്ളത് തെളിയിക്കപ്പെടണ്ടേ. എങ്കിൽ മാത്രമല്ലേ ഈ അതിജീവിതയ്ക്ക് പൂർണ്ണമായിട്ടുള്ളൊരു നീതി കിട്ടുകയുള്ളൂ. ഇനി ഇവിടെ പൾസർ സുനിക്ക് ഫണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ തെളിവുകൾ എന്തുകൊണ്ട് കൂടുതൽ ശേഖരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പൾസർ സുനി കൂടുതലും കയ്യിലാണ് ക്യാഷ് വാങ്ങുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആർ ശ്യാം പറയുന്നുണ്ടായിരുന്നു. ഞാൻ അതുകൂടി ഇങ്ങോട്ട് വെക്കാം. സുനിയെ സംബന്ധിച്ചിടത്തോളം സുനി ഒരിക്കലും പണം അക്കൗണ്ടിൽ മേടിക്കില്ല. പണം സുനി അക്കൗണ്ടിൽ മേടിക്കുന്ന പരിപാടി സുനിയുടെ പക്കൽ ഇല്ല. പണം കയ്യിൽ കിട്ടണം. അപ്പോൾ ഞാൻ ഈ സംഭവം ചോദിച്ചപ്പോൾ, ഞാൻ ഇതിനകത്ത് ആ മൊഴി വായിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ പറയുന്ന അന്നേ ദിവസം വിട്ടാലും നമ്പർ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യം, അതായത് വീഡിയോ എടുത്ത് നമ്പർ മേടിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഡയറക്റ്റായിട്ട് പൈസ മേടിക്കാൻ സുനിക്ക് നല്ല രീതിയിൽ അറിയാം. അത് സുനി എന്തുകൊണ്ട് ആ അതിജീവിതത്തിലേക്ക് പോയെന്ന് വെച്ചാൽ അതിജീവിതയുടെ വിവാഹം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിവാഹത്തിന് മുമ്പേ പണം തട്ടിയെടുക്കാം എന്ന ക്രിമിനൽ ബുദ്ധി ഇയാൾക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മാസ്റ്റർ പ്ലാനായിട്ട് ഇതെല്ലാം കൂടി നടപ്പാക്കി എടുത്ത ഒന്നുകൂടി ആക്രമിച്ച് പിടിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് പറയണം എന്നുള്ളതുകൂടി ഒരു പ്ലാനായിരുന്നു. ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട ഒന്നാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തീർച്ചയായിട്ടും ദിലീപ് അല്ല ഈ ഒരു കാര്യത്തിന് കൊട്ടേഷൻ കൊടുത്തെന്നുണ്ടെങ്കിൽ പിന്നെ ആര്? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇവരെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ദിലീപിൻ്റെ ഒരു കേസ് പറയുമ്പോഴത്തേക്കിന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് 2021-2010 കാലഘട്ടത്തിലാണ് ദിലീപ് എന്ന് പറയുന്ന നടൻ അത്രയും പ്രൗഢിയോടുകൂടി തന്നെ നിൽക്കുന്നത്. ചെയ്യുന്ന സിനിമകളിൽ ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കുമ്പോൾ കൂടുതൽ വിജയങ്ങൾ മാത്രം കൈവരിച്ചേക്കുന്ന ഒരു നടൻ തന്നെയായിരുന്നു ചെയ്യുന്ന സിനിമകളിലൊക്കെ. അപ്പം ബാക്കിയുള്ള ഇവിടുത്തെ വലിയ സ്റ്റാറുകൾക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള അംഗീകാരങ്ങളും അല്ലെങ്കിൽ അത്രയും സിനിമകൾക്ക് വിജയങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നടൻ്റെ അടുത്ത് ഇഷ്ടക്കേടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ശത്രുത ദിലീപിന് എന്താണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടായിരുന്നു, അയാളെ വലിച്ച് താഴെയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചിന്തിച്ചേക്കുന്ന പല ആളുകളുമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതുപോലെ ഒരു ഇവർക്ക് ഫണ്ട് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് ഇങ്ങനൊരു കൃത്യം ചെയ്തിട്ട് ദിലീപിൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നാരെങ്കിലും അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അപ്പം ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു റീസണും വളരെ വാലിഡ് ആണ്. അപ്പം ദിലീപ് കാവ്യ തമ്മിലുള്ള ബന്ധം ഇവിടെ ഈ ഒരു അതിജീവിതം മനസ്സിലാക്കുന്നു, പിന്നെ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു നാരറ്റീവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധൂകരിക്കപ്പെടും എന്നുള്ള രീതിയിൽ അങ്ങനെ ആരെങ്കിലും ക്രിമിനൽ മൈൻഡിൽ തോന്നിയേക്കുന്ന സാധനമാണ്. അതല്ല, ഇപ്പം ഇങ്ങനൊരു ചോദ്യം വന്നേക്കേണ്ട കാര്യം മറ്റൊന്നുമില്ല. ദിലീപ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇങ്ങനൊരു കാര്യം ചെയ്തേക്കുന്നത്? കൃത്യമായിട്ട് ആ ഒരു കാര്യം പുറത്തേക്ക് വരേണ്ടതേ. ഇനി ഇതിനകത്ത് ദിലീപ് കേസ് അട്ടിമറിച്ചോ, കോടതി പരിഗണന പോയ 10 തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. പ്രതിഫലം ആവശ്യപ്പെട്ട് പൾസർ സുനി ദിലീപിന് അയച്ച കത്ത്. പൾസർ സുനിക്ക് ദിലീപ് 1 ലക്ഷം രൂപ അയച്ചു. ദിലീപിൻ്റെ 3 ഫോൺ സംഭാഷണങ്ങളും പൾസർ സുനിയെ ദിലീപ് കണ്ടു. ഗൂഢാലോചന നടത്തിയ ഹോട്ടലിലെ രേഖകളും CCTV ദൃശ്യങ്ങളും ദിലീപിൻ്റെയും പൾസർ സുനിയുടെയും ടവർ ലൊക്കേഷൻ, സാക്ഷികളുടെ മൊഴി മാറ്റാൻ ദിലീപ് ശ്രമിച്ചതിൻ്റെ ഡിജിറ്റൽ തെളിവ്, ബാലചന്ദ്രകുമാർ കൈമാറിയ ദിലീപിൻ്റെ ശബ്ദരേഖകൾ, ദിലീപിൻ്റെ സഹോദരൻ്റെ ഫോണിൽ നടിയെ ആക്രമിച്ചതിൻ്റെ ചിത്രങ്ങൾ,
കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ പലവട്ടം മാറിയത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ദിലീപ് ഇതിനകത്ത് കുറ്റവാളിയല്ല, നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഇത്തരത്തിൽ ദിലീപിൻ്റെ സഹോദരനും ദിലീപിൻ്റെ ലോയറോടെ ചേർന്നിട്ട് മഞ്ജു വാര്യർ, ഗീതു മോഹൻദാസ് ഇവരെല്ലാം കടുത്ത മദ്യപാനികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്? പിന്നീട് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ മഞ്ജു വാര്യറിലോട്ട് ഈ കാര്യങ്ങൾ പോയിട്ട് മഞ്ജു വാര്യറാണ് വലിയ തെറ്റുകൾ ചെയ്തതെന്നുള്ള ഇതിലോട്ട് കാര്യങ്ങൾ വലിച്ചിടാനെ കൊണ്ട് എവിടേക്കോ ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എല്ലാവരുടെ മനസ്സിലും വിതുര കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതും അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഡ്രഗിന്റെ ആ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് എന്ന് പറയുന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ദിലീപിന്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആദ്യമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് മേലെ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആരോപണങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്കിൾ ജാക്സൺ, ലോകം കണ്ട ഏറ്റവും വലിയൊരു റാപ്പ് സിംഗർ ആയിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ കരിയറിൽ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൊച്ചുകുട്ടികളെ പോലും അയാൾ അബ്യൂസ് ചെയ്തു എന്നുള്ള ഭീകരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന സംസാര വിഷയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ആർട്ടിനെ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ആ ഒരു ആർട്ട് ഇഷ്ടപ്പെടണം, അതിനെ ആസ്വദിക്കണം, അതിനെ ആർട്ടായിട്ട് തന്നെ കാണണം എന്ന് കരുതിയിട്ട് ആ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന എല്ലാ തെറ്റുകളും, ഒരു ആർട്ടിസ്റ്റ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും എനിക്ക് ആ ഒരു ആർട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അയാൾ ചെയ്ത തെറ്റല്ലേ കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഓക്കെ, ആൻഡ് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, സത്യമാണ് ജയിക്കേണ്ടത്, സത്യം മാത്രമാണ് ജയിക്കേണ്ടത്. ഇവിടെ ദിലീപ് അല്ല ഈ കൊട്ടേഷൻ ഇവർക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് കൊടുത്തതെന്നുള്ള കാര്യം പുറത്ത് വരേണ്ടത് തന്നെയാണ്. അതാരാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുകയുള്ളൂ. എന്താണെങ്കിലും ഇതൊക്കെ ഇട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.